വെൽക്കം ടു മൈ ചാനൽ. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത് ലീഫ് കൊണ്ട് എങ്ങനെ കളർ ചെയ്യാമെന്നാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ലീഫ് വെച്ചിട്ടാണ് അവർ ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലീഫ് അതുപോലെ നേച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലൊന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ ലീഫാണ്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുക, നന്നായി ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹാമറോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് കൊടുക്കുക. അതായത് അതിൻ്റെ ഫുൾ സ്ട്രെച്ചർ അതിലേക്ക് പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. ഒരു ഭാഗം പോലും മിസ്സാവാതെ വേണം അടിക്കാൻ കേട്ടോ. ചെറിയ ആൾ കയ്യിലുള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളാവുമ്പോൾ നല്ല രീതിയിൽ ചെയ്തെടുക്കുക. നല്ല കിടു ലുക്ക് എന്ന് പറഞ്ഞാൽ കിടു ലുക്കാണ്. നല്ല ഓവറായിട്ടുള്ള കളറോ അങ്ങനെയൊന്നുമില്ല, ഒരു നേച്ചുറൽ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നോക്കി നോക്കൂ, ഇതൊക്കെ കണ്ടോ. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് അടിക്കാൻ പറ്റി. മറ്റേതുണ്ടല്ലോ കുഞ്ഞ് കയ്യിലുള്ള കാരണം അവൻ മേടിക്കുന്നതൊക്കെ കണ്ട് എവിടെയൊക്കെയാണ് എനിക്ക് ഞാൻ പ്രസ് ചെയ്ത് അടിച്ചതെന്ന് എനിക്കറിയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അതോ ഷെയ്ഡൊക്കെ കിട്ടാതെ പോയത്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്ലവർ എടുത്ത് ഇതുപോലെ ചെയ്യുന്നുണ്ട് കണ്ടോ. അത് എടുത്ത് ചെയ്തപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ. ലൈറ്റ് പർപ്പിൾ കളർ പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ ഇപ്പോൾ ഓണമാണല്ലോ, അപ്പോൾ ആ ഫംഗ്ഷന് പോകാനായിട്ട് ഇതുപോലെ നല്ല നീറ്റിൽ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോട്ടൺ തുണിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിൽ കിട്ടും കേട്ടോ. മറ്റേതാവുമ്പോൾ കിട്ടുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കിട്ടുമായിരിക്കും, പക്ഷേ നന്നായി നമ്മൾ അതെന്ത് ചെയ്യണം എന്നറിയോ, നന്നായി ടേപ്പൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് നിങ്ങൾ നന്നായി ഹാർഡായിട്ട് നമ്മൾ അടിച്ച് കൊടുക്കണം. എന്നാലാണ് ആ സ്ട്രെച്ചർ അതിലേക്ക് പകർത്താനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് വലിയ കുഴപ്പം. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോട്ടൻ്റെ ഒരു പാൻറ്റാണ്, കുഞ്ഞിൻ്റെ മൂത്താളുടെ പാൻറ്റാണ്. അപ്പോൾ അതിലാണ് ഞാനിത് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അത് ഫുള്ളായിട്ട് സ്ട്രെച്ചർ കിട്ടുകയാണെന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, ഇത് അവൻ ഇട്ടപ്പോൾ സെയിം മാച്ചുള്ള ഒരു ടീഷർട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയപ്പോൾ ആൾ ഭയങ്കര കലിപ്പിലാണ്. കാരണം വേറെ ഒന്നുമല്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവനോട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വാടാ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവനെ ആകെ ദേഷ്യമൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആൾ ഇഷ്ടമില്ലാതെയാണ് വന്ന് നിന്നത്. എന്നാലും അമ്മ പറഞ്ഞതില്ലേന്ന് വിചാരിച്ച് തോന്നുന്നു ആൾ വന്ന് നിന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.